السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ ടെൻഷനുകൾ അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമായ രാജാതിരാജനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ നാഥ. അവരുടെ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. സങ്കടങ്ങളും വിഷമങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാരുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. സർവ്വ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും കഷ്ടപ്പാടുകളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസ് ആരംഭിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المنوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മാക്ക്, ഭർത്താവിനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമുക്കൊരു ഫാത്തിഹ ഓതാം. അല്ലാഹു സ്വീകരിക്കട്ടെ. وإلى حضرة من ماتوا منا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ നാഥാ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സ് പൊട്ടി മനസ്സറിഞ്ഞ് നിന്നോട് ചോദിക്കുകയാണ്. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ നാഥാ. അവരെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. അവരെ ഖബർ പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് പ്രകാശ
പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ. ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ മജ്ലിസ് ഒരുപാട് ഉമ്മമാര് കാണുന്നത്. ആ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ നാദാ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. ഫാത്തിഹ സൂറത്തിന്റെ റഹ്മത്ത് ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ലാ. അത് കാരണം കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കല്ല റബ്ബേ. ഇൻഷാ അല്ലാഹ് അതിമഹത്തായ സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് 10 പ്രാവശ്യം ചെല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുരിതങ്ങൾ അകറ്റി തരണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. റഹ്മത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറക്കണേ റഹ്മാനെ. ബർക്കത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ മദദ് നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയോട് സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ജോലികളിൽ മുത്തുനബിയുടെ ബറക്കത്ത് നൽകണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സാധുക്കളായ പാപികളായ ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് മഹാന്മാരായ ഔലിയാക്കളൊക്കെ ജീവിതത്തിൽ ചൊല്ലിയ, അമ്പിയാക്കൾ അവരെ ജീവിതത്തിൽ ചൊല്ലിയ വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു ദിക്റാണ്. എന്റെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥതയോടുകൂടെ നല്ല മനസ്സ് വെച്ച് ഈ ദിക്ർ എന്റെ കൂടെ ചൊല്ലിക്കോളൂ.
നിങ്ങളെ പ്രയാസങ്ങൾ മാറും. അള്ളാന്റെ സഹായം നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകും, മക്കളിൽ ഉണ്ടാകും, ജോലികളിൽ ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ,
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകളെ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റബ്ബേ, അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. മകനിക്ക് കുട്ടികൾ ഉണ്ടാകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, സ്വാലിഹായ ഒരു സന്താനത്തിന് നൽകണേ റബ്ബേ, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. കുട്ടികൾ ഉണ്ടാകാനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊടുത്ത് നല്ല ഒരു കുട്ടിയെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അതുപോലെ ഭർത്താവിന്റെ ദുസ്വഭാവം പറഞ്ഞ് ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഭർത്താവ് കള്ളു കുടിക്കുകയാണ് ഉസ്താദേ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞ് വിഷം പറഞ്ഞിട്ടുണ്ട്. ആ ഭർത്താവിന് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹ്, സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ആ ഭർത്താവിന് സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അതുപോലെ ഭർത്താക്കന്മാര്, മക്കള്, കുടുംബക്കാര് നിസ്കരിക്കുന്നില്ല എന്ന് സങ്കടം പറഞ്ഞ് ധാരാളം രക്ഷിതാക്കള്, ധാരാളം ഭാര്യമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ മനസ്സ് നൽകണേ അല്ലാഹ്. അതുപോലെ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സാവാൻ, അതുപോലെ തന്നെ LKG-യിലാണ് നല്ല മാർക്കോടെ പാസ്സാവാൻ, ഇങ്ങനെ പല പരീക്ഷകളിലും മാർക്കോടെ പാസ്സാകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ ആരൊക്കെ മക്കള് പരീക്ഷ എഴുതുന്നുണ്ടോ, 10ാം ക്ലാസ്സിലുണ്ടോ, ഏതൊക്കെ പരീക്ഷ എഴുതുന്നുണ്ടോ, അതിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. നല്ല മാർക്കോടെ പാസ്സാവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അലർജി എന്ന രോഗം മാറാൻ, സോറിയാസിസ് എന്ന രോഗം മാറാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. തലവേദന മാറാൻ, കേസുകൾ അനുകൂലമാകാൻ, ആധാരം തിരിച്ചു ലഭിക്കാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്, തലവേദന ശിഫയാക്കണേ അല്ലാഹ്, കേസ് അനുകൂലമാക്കണേ അല്ലാഹ്,
ആധാരം എത്രയും പെട്ടെന്ന് അവരെ കയ്യിലേക്ക് ഏൽപ്പിക്കണേ റഹ്മാനെ. ഇങ്ങനെ പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ മുറാദുകളും ഹസിലാക്കല്ലാ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റണേ റബ്ബേ. لا حول ولا قوة إلا بالله العلي العظيم. 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 لا حول ولا قوة إلا بالله
ബില്ലാഹിൽ അലിയിൽ അദീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ 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 ബില്ലാഹിൽ അലിയിൽ അദീം لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي العظيم
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ലാ ഹൗലയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റണേ റബ്ബേ. മുറാദ് ഹാസിലാകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്ത് മുറാദുകൾ ഉണ്ടെങ്കിലും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വീട് നല്ല വിലക്ക് വിറ്റുപോകാൻ, സ്ഥലം നല്ല വിലക്ക് വിറ്റുപോകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ തടസ്സങ്ങളും നീക്കണേ റഹ്മാനെ. നല്ല വിലക്ക് വിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നല്ല കച്ചവടം നൽകണേ അല്ലാ. വിവാഹം ശരിയാകാൻ പറഞ്ഞവർക്ക് നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. മക്കളുടെ വിവാഹ തടസ്സങ്ങളൊക്കെ നീക്കി കൊടുത്ത് നല്ല ദാമ്പത്യ ജീവിതം ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ. എത്രയും പെട്ടെന്ന് വിവാഹം ശരിയാക്കണേ അല്ലാ. ടെൻഷനുകൾ മാറാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്ത് ടെൻഷനുകളും നീ ശിഫയാക്കണേ റഹ്മാനെ. ബാങ്കിൽ റബ്ബേ മുസീബത്ത് കാരണം, പ്രയാസം കാരണം ബാങ്കിൽ സ്വർണം വെച്ചിട്ടുണ്ട്, അത് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അങ്ങനത്തെ മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് ബാങ്കിലെ ആധാരം, ബാങ്കിലെ സ്വർണങ്ങള് തിരിച്ചെടുക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. മക്കള് ലഹരി ഉപയോഗിക്കുകയാണ്, പറഞ്ഞത് കേൾക്കുന്നില്ല, ദേഷ്യപ്പെടുകയാണ് ഉസ്താദേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ജോലിക്ക് പോകാനുള്ള മനസ്സ് നൽകണേ അല്ലാ. സർവ്വ തടസ്സങ്ങളും നീക്കണേ അല്ലാ. മരിച്ചവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കളെ ആണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്. 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, കൊല്ലങ്ങളോളമായി ഞങ്ങളെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭർത്താക്കന്മാരെ ആണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മരണിച്ചുപോയ ഭർത്താക്കന്മാർക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കുടുംബങ്ങൾക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗമാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നിസ്കരിക്കാനുള്ള മനസ്സ് വരാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ സഹോദരിക്കും ആ സഹോദര കുടുംബങ്ങൾക്ക്, മക്കൾക്ക്, ഭർത്താവിന്, ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് മുഴുവനും 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. നിസ്കരിക്കാനുള്ള മടികളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ ഹാജത്തുകളും നിറവേറ്റണേ റബ്ബേ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് അസ്മാഉൽ ഹുസ്ന ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ആത്മാർത്ഥതയോടെ ചൊല്ലിക്കോളൂ. അള്ളാന്റെ സഹായം ഒരിക്കലും നമ്മൾക്ക് തടഞ്ഞു വെക്കൂല. ആര് തടയാൻ ശ്രമിച്ചാലും അള്ളാന്റെ സഹായം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് ഒരുമിച്ച് ചെല്ലാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. യാ വഹാബു യാ റസ്സാഖു യാ അല്ലാഹ്, 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 യാ വഹാബു യാ റസ്സാഖു യാ അല്ലാഹ്,
Allah ya Wahhab ya Razzaq ya 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 Allah
യാ വഹാബു യാ റസ്സാഖു യാ അല്ലാഹ് 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 യാ വഹാബു യാ റസ്സാഖു യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ദിക്റിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. കടങ്ങൾ കാരണം ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് എത്തിയ ആളുകളുണ്ട്. എല്ലാ കടങ്ങളും വീട്ടണേ റബ്ബേ. കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ നേർച്ചയാക്കിയിട്ടുണ്ട്. അവരെ നേർച്ചകൾ നീ സഹിയാക്കണേ റബ്ബേ. മുറാദുകൾ ഹസിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ലാഹ്. ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റബ്ബേ. അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഫാത്തിഹ സൂറത്ത് നമ്മൾ തുടക്കത്തിൽ ഓതിയിട്ടുണ്ട്. ഈ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതി നമ്മൾക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസികിൻ ഇദാ വഖബ് ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവര്, പ്രഷർ ഉള്ളവര്, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, പുറം വേദന, വയറുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള്, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള്, എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകള് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആരോഗ്യത്തോടുകൂടെ അന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. എല്ലാ വേദനകളും ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ രോഗം ശിഫയാക്കണേ അല്ലാ. ഹോസ്പിറ്റലുള്ളവർക്ക് നല്ല ആരോഗ്യത്തോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. രാജാതിരാജനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദാരിദ്ര്യം കാരണം പ്രയാസത്തിലാണ്. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. മക്കൾക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഉപ്പമാർക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി നൽകണേ റബ്ബേ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിച്ചു പോയി ജോലി ശരിയാകാത്ത ആളുകളുണ്ട്, പല പേപ്പറുകളും ശരിയാകാത്തവരുണ്ട്. എല്ലാം ശരിയാക്കി കൊടുക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. നാട്ടിലുള്ളവർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, കടം കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങള് ഇതാ നിന്റെ ദർബാറിലേക്ക് കരങ്ങളെ ഉയർത്തിയിട്ടുണ്ട്. എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ നിന്റെ ദർബാറിലേക്കാണ് ഞങ്ങൾ കരങ്ങളെ ഉയർത്തിയിട്ടുള്ളത്. ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു നൽകണേ അല്ലാ. കടക്കാരായി ജീവിച്ച് കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഈ മജ്ലിസ് കാണുന്നവർക്ക് വരുത്തല്ല റഹ്മാനെ. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു നൽകണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. പലിശ എന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അത്തരം ഹറാമായ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. കടങ്ങൾ വീട്ടാനുള്ള വഴി തുറക്കണേ റബ്ബേ. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകല്ല. ഉദ്ദേശിച്ച വീട് നൽകണേ അല്ലാ. ഉള്ള വീട്ടില് ബർക്കത്തും സമാധാനവും നൽകണേ റഹ്മാനെ. ഐക്യം നൽകണേ അല്ലാ. മക്കളുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. മരുമക്കളുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. അതുപോലെ അമ്മോച്ചനമ്മായിമാരുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. ഒരുമയുള്ള കുടുംബ ജീവിതം നൽകണേ അല്ലാ. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ ഒരുപാട് മക്കളുണ്ട്, വിവാഹം ശരിയാവാതെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ നല്ല ഇണകളെ നൽകണേ അല്ലാ. വിവാഹം ശരിയാകാത്തവർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അതിനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കല്ല. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ സ്വാലീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സന്തോഷിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റബ്ബേ. സ്നേഹമുള്ള സന്തോഷം നൽകുന്ന മക്കളാക്കണേ റബ്ബേ. അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. ദുസ്വഭാവങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. എന്ത് പരീക്ഷയാണെങ്കിലും
അവർക്കൊക്കെ നീ ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല മാർക്കോടെ ഗ്രേഡോടെ പാസ്സാകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ ദുസ്വഭാവം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കല്ല, ഭാര്യമാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റബ്ബേ. ശത്രുക്കളെ കാക്കണേ റഹ്മാനെ. ശത്രുക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാതെ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ റൗളയിൽ പോയി ഒന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും മനസ്സ് നൽകല്ല. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകല്ല. ഇബ്ലീസിന്റെ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാ. അവർ കാഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അവരെ വിഷമങ്ങളും രോഗങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട ഭാര്യ മക്കള് കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവരുണ്ട്. അതുപോലെ ഭക്ഷണം തന്ന ആളുകളുണ്ട്, വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങളെ കൂട്ടുകാരുണ്ട് റബ്ബേ. ഞങ്ങളെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. റഹ്മത്ത് നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഷോക്കേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. വിഷമേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരുപാട് കാലം രോഗശൈലിയിൽ കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ, വരുത്തല്ല അല്ലാ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. വലിയ ലാഭം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്. ഉമ്മ ഉപ്പ ഖബറിലുണ്ട്, വല്ലുപ്പ വല്ലുമ്മമാര്, സ്നേഹിച്ചവര്, ഭർത്താക്കന്മാര്, മക്കള് ഖബറിലുണ്ട്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. നിന്റെ ലിഖാഅ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അർശിന്റെ തണൽ നൽകണേ അല്ലാ. ശഫാഅത്ത് നൽകണേ അല്ലാ. മുത്തുനബിയുടെ ഹൗദുൽ കൗസർ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാവരുടെ മുറാദുകളും ഹസിലാക്കണേ അല്ലാ. എല്ലാവരുടെ ഹാജത്തുകളും നിറവേറ്റണേ അല്ലാ. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച സഹോദരീ സഹോദരന്മാരുണ്ട്. അവരെ ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാം. എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലാ. എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന പാവപ്പെട്ടവരുണ്ട്. അവർക്ക് നീ പ്രത്യേക പരിഗണനയും ബറക്കത്തും നൽകണേ അല്ലാ. എന്നും കാണുന്ന ഈ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങളെ നീ സ്നേഹിക്കണേ അല്ലാ. നിന്റെ മഹബ്ബത്ത് നൽകണേ അല്ലാ. നിന്റെ റിളാ നൽകണേ റഹ്മാനെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം നിനക്കറിയാം, എല്ലാം നിനക്കറിയാം. എല്ലാ കാര്യങ്ങളും നിറവേറ്റി നൽകണേ അല്ലാ. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്ഥലം വിറ്റുപോകാൻ, വീട് വിറ്റുപോകാൻ ഒക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കിട്ടാനുള്ള ക്യാഷ് കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ മുറാദുകളും ഹസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഉദ്ദേശിച്ച ജോലിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ജോലിയും നൽകണേ റബ്ബേ. മുഅ്മിനീകളെ ഇസ്സത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ആരീ മജ്ലിസ് കാണുന്നുണ്ട്, അതൊന്നും നീ വെറുതെയാക്കല്ല റബ്ബേ. اللهم عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.